അക്ഷരനഗരിയായ കോട്ടയം ജില്ല. റബ്ബറിന്റെ മണമുള്ള പാല, പച്ചപ്പ് നിറഞ്ഞ മറ്റു നാട്ടുഗ്രാമങ്ങളും. കോട്ടയം തൊടുപുഴ പാതയിൽ വിശ്വാസ സമൂഹത്തിന് എന്നും സുപരിചിതമായ കുറവിലങ്ങാട് എന്ന ഗ്രാമം. കുറവിലങ്ങാടിന് അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞ് ആത്മീയ അന്തരീക്ഷത്തിൽ തലയുയർത്തി നിൽക്കുന്ന കന്യാമറിയത്തിന്റെ നാമധേയത്തിലുള്ള മാർത്താമറിയം ഫൊറോന പള്ളി, പള്ളിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ദേവമാതാ കോളേജ്, അടിപതറാത്ത ചുവടുകളുമായി ഈ ഗ്രാമവീഥിയിലൂടെ നടന്ന് വിദ്യാഭ്യാസം എന്ന സ്വപ്നത്തെ കൈപ്പിടിയിലൊതുക്കിയ ഒരു വിദ്യാർത്ഥി, അല്ല, യുവ മനസ്സുകളിലേക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ ഒരു അധ്യാപകൻ, പ്രൊഫസർ ഡോക്ടർ ടി മൈക്കിൾ. എൻ്റെ പേര് ടി മൈക്കിൾ. ഞാൻ കഴിഞ്ഞ 24 വർഷമായി കുറവിലങ്ങാട് ദേവമാതാ കോളേജ് ഇക്കണോമിക്സ് വിഭാഗം അധ്യാപകനായി സേവനം ചെയ്യുന്നു. കഴിഞ്ഞ 13 വർഷക്കാലമായി ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായും സേവനം ചെയ്യുന്നു. വർഷമായി കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന മൈക്കിൾ സാർ ഓരോ വർഷവും മാറി മാറി വരുന്ന തലമുറയ്ക്ക് ഒരു നല്ല അധ്യാപകൻ എന്നതിലുപരി ഒരു നല്ല റോൾ മോഡലായി തന്നെ മാറുന്നു. ഒരു യഥാർത്ഥ അധ്യാപകൻ നല്ല ഒരു വിദ്യാർത്ഥി ആയിരിക്കണം എന്ന വിശ്വാസം പുലർത്തുന്ന മൈക്കിൾ സാർ വിദ്യാർത്ഥികൾക്കിടയിൽ ഇന്ന് വെറും ഒരു അധ്യാപകൻ മാത്രമല്ല, അവർക്ക് സുഹൃത്തും വഴികാട്ടിയും മാർഗദീപവുമാണ്. അതിലെല്ലാം ഉപരി അവരിൽ ഒരാളായ വിദ്യാർത്ഥി കൂടിയാണ്. ഇന്ന് ദേവമാതാ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ മേധാവി കൂടിയായ മൈക്കിൾ സാർ തന്റെ സഹപ്രവർത്തകർക്കിടയിലും വ്യത്യസ്തനായി മാറുന്നു. 1991 ദേവമാതാ കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിൽ ഡോക്ടർ ടി മൈക്കിൾ സർവീസിൽ പ്രവേശിച്ചു. അദ്ദേഹം തിടനാടുകാരനായിരുന്നു. 4 വർഷം തിടനാട് നിന്ന് ദേവമാതാ കോളേജിൽ എത്തുകയും അതിനുശേഷം ഒരു കുറവിലങ്ങാടുകാരനായി മാറുകയും ചെയ്തു. ഇപ്പോൾ 24 വർഷക്കാലമായി ദേവമാതാ കോളേജിൽ അദ്ദേഹം അധ്യാപനം തുടരുകയാണ്. ഏതാണ്ട് 20 വർഷത്തെ സർവീസ് കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം 10ഓളം PG കോഴ്സുകൾ, PG ഡിപ്ലോമകൾ, ഡിഗ്രികൾ കരസ്ഥമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ NSSന്റെ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ എന്നുള്ള അവാർഡ് സംസ്ഥാന തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും അദ്ദേഹം നേടിയെടുക്കുകയുണ്ടായി. നല്ലൊരു കൃഷിക്കാരൻ കൂടിയാണ് ഡോക്ടർ ടി മൈക്കിൾ. ജീവിതത്തിൽ അലസത എന്ന് പറയുന്നത് എന്തെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. സദാസമയം കർമ്മനിരതനായി പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നു. അതുപോലെ തന്നെ സഹജീവികൾക്ക് എന്ത് സഹായം ചെയ്യുന്നതിനും യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ ടി മൈക്കിൾ. വളരെ നീണ്ട കാലം നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസറായും കോളേജിൽ പ്രവർത്തിച്ചിട്ടുള്ള മൈക്കിൾ സാർ സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കേരള സർക്കാരിൻ്റെയും MG യൂണിവേഴ്സിറ്റിയുടെയും മികച്ച NSS പ്രവർത്തകനുള്ള നിരവധി അവാർഡുകൾ ഈ കാലയളവിൽ സാറിനെ തേടിയെത്തി. 2000-2003 വർഷക്കാലം ഞാൻ കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ NSSന്റെ പ്രോഗ്രാം ഓഫീസറായി സേവനം ചെയ്തു. ഈ വർഷമാണ് ആദ്യമായി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മികച്ച NSSനുള്ള അവാർഡും അതുപോലെ തന്നെ മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡും എനിക്ക് ലഭിക്കുകയുണ്ടായി. അന്ന് കോളേജിൽ പ്രധാനമായും ചെയ്തത് 2-3 കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു ചെയ്തിരുന്നത്. ഒന്ന്, മുഴുവൻ വിദ്യാർത്ഥികൾക്കും കമ്പ്യൂട്ടർ സാക്ഷരത കൊടുക്കുക എന്നത്. അതുപോലെ തന്നെ കുറവിലങ്ങാട് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിൽ തന്നെ സന്ദർശിച്ച് 2000 ആളുകളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഡയറക്ടറി തയ്യാറാക്കി ATM കൗണ്ടറിൽ ഞങ്ങൾ തയ്യാറാക്കി വെക്കുകയും അത് ഇപ്പോഴും ATM കൗണ്ടറിൽ അതുപോലെ തന്നെ ഒരു കോപ്പി എൻ്റെ വീട്ടിലും ഇരിപ്പുണ്ട്. എല്ലാ ആഴ്ചയും തന്നെ 2-3 ആളുകൾ ഇപ്പോഴും ഇതിനെ ഇന്ന് നമ്മുടെ നിരത്തുകളിൽ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്ന വാഹനങ്ങളെക്കാൾ വേഗതയുള്ള അധ്യാപകൻ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ജോസഫ് പരിയത്തച്ഛൻ. കുറവിലങ്ങാട് ദേവമാതാ കോളേജിലെ എക്കണോമിക്സ് വിഭാഗത്തിൽ തലവനായ ഡോക്ടർ ടി മൈക്കിൾ സാറ് ഈ കോളേജിലെ ആളുകൾക്ക് മാത്രം
പ്രിയപ്പെട്ട അധ്യാപകനാൽ മാത്രമല്ല പ്രത്യുത കുറളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ സർവ്വ ആളുകളുടെ മുൻപിലെ ഏറ്റവും നല്ലൊരു അധ്യാപകനും ഒരു സാമൂഹ്യ പ്രവർത്തകനുമാണ്. പ്രത്യേകിച്ചും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ നേതൃത്വം കൊടുത്ത് നയിക്കുന്നു. പലപ്പോഴും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ സാമ്പത്തികമായ താഴെക്കടയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് ഭൂരിഭാഗവും. അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. അതുമാത്രമല്ല, കുറളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളും തന്നെ അദ്ദേഹം കയറി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള സർവേകൾ നടത്തി കാരുണ്യ ട്രസ്റ്റിൻ്റെ അധിപനായിരുന്നു കൊണ്ട് എല്ലാ സഹായങ്ങളും പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക് അദ്ദേഹം ചെയ്തു കൊടുക്കുന്നു. ഏറെ ധൃതിയിൽ സ്പീഡിൽ നടക്കുന്ന അദ്ദേഹം പലപ്പോഴും അധ്യാപകരായ ഞങ്ങൾ കാറിനേക്കാളും സ്പീഡിൽ അദ്ദേഹം ഇവിടെ എത്തുന്നു എന്ന് ഞങ്ങൾ പറയാറുള്ളത് ഭംഗിവാക്കല്ല. ആ രീതിയിൽ യാത്ര ചെയ്ത് ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ നടന്ന് ജീവിതത്തിലെ മുന്നേറിയ വ്യക്തിത്വമാണ് ഡോക്ടർ ടി മൈക്കിൾ സാറിൻ്റേത്. ഇന്ന് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്നു. സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം അദ്ദേഹം വിവിധ മേഖലകളിലുള്ള ശാഖകളിലുള്ള വിജ്ഞാനം നേടിയെടുക്കുന്നതിനു വേണ്ടി 10ലേറെ ഡിഗ്രികളും അദ്ദേഹം ഇന്ന് സമ്പാദിച്ചു കഴിഞ്ഞു. എന്നും അഭിമാനത്തോടെ ദേവമാതാ കോളേജ് ടി മൈക്കിൾ സാറിനെ ഓർമ്മിക്കുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെയുള്ള പിതാവിൻ്റെ ആകസ്മികമായ മരണം കൊച്ചു മൈക്കിളിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അമ്മയുടെ തണലിൽ വളർന്ന് 14-ാം വയസ്സിൽ കുടുംബഭാരം ചുമലിലേറ്റി മൈക്കിൾ ജീവിതത്തിലേക്ക് തളരാത്ത മനസ്സുമായി നടന്നു കയറി. എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ അവിടുത്തെ കാരുണ്യം എൻ്റെ മേൽ നിരന്തരം വർഷിക്കുന്നതായിട്ട് എനിക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 136ഉം 139ഉമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രചോദനമായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജന്മം നൽകുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് എന്നെ കണ്ടു. കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ട്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ വളരെ അന്വർത്ഥമാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ ഈ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും എൻ്റെ പേര് മൈക്കിൾ എന്ന് വന്നത് തന്നെ കർത്താവിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. എൻ്റെ കുടുംബത്തിൽ ആർക്കും തന്നെ മൈക്കിൾ എന്ന പേരില്ല. ജോസഫ് എന്നാണ് എനിക്ക് പേര് വരേണ്ടത്. എന്നാൽ എന്നെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എൻ്റെ അമ്മ 16 കിലോമീറ്റർ അപ്പുറത്തുള്ള ചന്ദ്രൻകുന്നേൽ കുടുംബത്തിലേക്ക്, പ്രവിത്താനത്തുള്ള ചന്ദ്രൻകുന്നേൽ കുടുംബത്തിലേക്ക് പോകുന്ന വഴി മീനച്ചിലാർ കുറുകെ കടക്കുന്നതിന് ഇടയിൽ ഒരു ചുഴിയിൽ അകപ്പെടുകയും ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന വല്യമ്മ മിഖായേൽ മാലാഖയെ വിളിച്ച് അപേക്ഷിക്കുകയും ഉണ്ടാകുന്ന കുഞ്ഞിന് മിഖായേൽ മാലാഖയുടെ പേര് നൽകിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് മിഖായേൽ മാലാഖയുടെ പേര് വന്നത്. സ്കൂൾ പഠനകാലത്ത് പഠിക്കാൻ പിന്നിലായിരുന്ന മൈക്കിൾ സാർ 10ാം ക്ലാസ് എന്ന കടമ്പ എങ്ങനെയെങ്കിലും കടക്കുക എന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. എന്നാൽ മൈക്കിളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കഴിവുകളെ തിരിച്ചറിഞ്ഞിരുന്ന അധ്യാപകർ സ്നേഹ ഉപദേശങ്ങളിലൂടെ അറിവിൻ്റെ മാസ്മരിക ലോകത്തേക്ക് മൈക്കിളിനെ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിച്ചത് അമ്പാറ നിരപ്പേൽ സെൻറ് ജോൺസ് LP സ്കൂളിലായിരുന്നു. വീട്ടിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് നിരന്തരമായി ഞാൻ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ ഒന്നാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഞാൻ ക്ലാസ്സിലെ 1ാം സ്ഥാനക്കാരനായിരുന്നു. എന്നാൽ പിന്നീട് പതുക്കെ പഠനത്തിൽ നിന്നും ശ്രദ്ധ സ്വല്പം മാറുകയും ഒരു ആവറേജ് വിദ്യാർത്ഥിയായി തീരുകയും ചെയ്തു. എന്നാൽ 5ാം ക്ലാസ് ആയപ്പോഴേക്കും എനിക്ക് ഇംഗ്ലീഷ് പഠനം വളരെ പ്രയാസമുള്ളതായി തീർന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ തോറ്റുപോവുകയും ചെയ്തു. തുടർന്ന് 10ാം ക്ലാസ് പഠനം ആരംഭിച്ച സമയത്ത് എനിക്ക് നല്ലൊരു കർഷകൻ ആയി തീരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് പഠിക്കാൻ കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ ക്ലാസ് ടീച്ചർ ബഹുമാനപ്പെട്ട KV അലക്സാണ്ടർ സാറ് ഒരു ദിവസം എന്നെ വിളിച്ച് ഉപദേശിക്കുകയും എനിക്ക് നല്ല ഭാവിയുണ്ട്, ഉത്സാഹിച്ചാൽ സമയം ഇനിയും പോയിട്ടില്ല എന്ന നല്ല ഉപദേശം 1/2 മണിക്കൂറെടുത്ത് തരികയും ചെയ്തതിന് ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുകയും പിന്നീട് ഞാൻ അടുത്ത 2-3 മാസക്കാലം വളരെ ഉത്സാഹിച്ച് പഠിക്കുകയും തൽഫലമായി എനിക്ക് 10ാം ക്ലാസ്സിൽ വലിയ മാർക്ക് കിട്ടിയില്ല എങ്കിൽ പോലും 49% മാർക്കോടെ ആണ് ഞാൻ ജയിച്ചത്. പിന്നീട് അറിവിൻ്റെ നിധികളായ പുസ്തകങ്ങൾ മൈക്കിൾ സാറിൻ്റെ സുഹൃത്തുക്കളായി മാറി. ഒരു ആവറേജ് വിദ്യാർത്ഥിയായി മാത്രമായിരുന്ന എനിക്ക് അരുത്തർ കോളേജിൽ അഡ്മിഷൻ പ്രീഡിഗ്രിക്ക് ലഭിച്ച ശേഷം തുടർന്നുള്ള പഠനകാലത്ത് മുഴുവൻ തന്നെ ഭംഗിയായി പഠിക്കാൻ ദൈവം എന്നെ പ്രത്യേകം അനുഗ്രഹിച്ചു.
പ്രീഡിഗ്രിക്ക് ആ കാലത്ത് ഈരാറ്റുപേട്ട വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും ഉയർന്ന മാർക്കോടെ പാസ്സാക്കുവാൻ ദൈവം എന്നെ പ്രത്യേകമായി സഹായിച്ചു. തുടർന്ന് BAക്ക് യാതൊരു ശുപാർശയും കൂടാതെ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി തന്നെ അഡ്മിഷൻ ലഭിക്കുകയും തുടർന്ന് അന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ 4th റാങ്കോടെ എനിക്ക് BA പാസ്സാകുവാനും സാധിച്ചു. അതിനുശേഷം പാലാ സെൻറ് തോമസ് കോളേജിൽ MAക്ക് ചേരുവാനും അവിടുന്ന് എനിക്ക് MG യൂണിവേഴ്സിറ്റിയിൽ ആ കാലത്ത് 3ാം റാങ്കോടെ MA പാസ്സാകാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു MPhilന് പോകണമെന്ന്. കാരണം ആ കാലഘട്ടത്തിൽ കോളേജിൽ ജോലി കിട്ടണമെങ്കിൽ MPhil വേണമായിരുന്നു. 1987 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MPhilന് അഡ്മിഷൻ ലഭിക്കുകയും ആ ഒരു വർഷക്കാലം വളരെ ഭംഗിയായ രീതിയിൽ എനിക്ക് MPhil കോഴ്സ് പൂർത്തിയാക്കുവാനും 2nd റാങ്കോടെ MPhil പാസ്സാകാനും സാധിച്ചു. തുടർന്ന് എൻ്റെ ആഗ്രഹം PhD പാസ്സാകുക എന്നതായിരുന്നു. അതിനുവേണ്ടി വീണ്ടും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് അഡ്മിഷൻ ലഭിക്കുകയും 3 വർഷക്കാലം കൊണ്ട് PhD ഡയറി സയൻസിൽ നേടുവാനും സാധിച്ചു. ഈ കാലഘട്ടത്തിൽ തുടർന്ന് പഠിക്കുവാനുള്ള ഒരു പ്രത്യേകമായ ഒരു ദൈവവരം എനിക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുകയാണ്. പിന്നീട് നാളിതുവരെ തുടർച്ചയായി പല കോഴ്സുകളും എനിക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ല അധ്യാപകനായി തീരുക, അതുപോലെ തന്നെ തുടർച്ചയായും സ്ഥിരമായി പഠിക്കുന്ന ഒരാളായി തീരുക. കാരണം സ്ഥിരമായി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ നല്ല അധ്യാപകനായി കുട്ടികളെ പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശ്വാസം. അതനുസരിച്ച് എനിക്ക് MA, MSc, MCom, MBA, MSW, MPhil, PhD, PGDP, MA, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷണൽ പ്ലാനിംഗ്, മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് തുടങ്ങിയ കോഴ്സുകൾ ഓൾറെഡി എനിക്ക് നല്ല രീതിയിൽ പാസ്സാകാൻ സാധിച്ചു. എങ്ങനെ പഠിക്കണമെന്ന് മൈക്കിൾ സാറിന് വ്യക്തമായ അറിവുണ്ടായിരുന്നു. പഠനത്തിനായി പ്രത്യേക സമയ ക്രമീകരണങ്ങൾ വരുത്തി പാഠ്യഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളെ വിലയിരുത്തി ഓരോന്നും ലഘു നോട്ടുകളാക്കി പഠിച്ചിരുന്നു. എൻ്റെ പഠനത്തിന് എനിക്ക് പ്രത്യേകമായ ഒരു ക്രമീകരണമുണ്ട്. ദിവസം ഒരു 8 മണിക്കൂർ എങ്കിലും, പ്രത്യേകിച്ച് പഠിപ്പീരില്ലാത്ത ദിവസങ്ങളിൽ 8 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കാറുണ്ട്. പരീക്ഷയ്ക്ക് മുമ്പ് 2 മാസത്തെ തീവ്ര പഠനമാണുള്ളത്. ഓരോ കോഴ്സ് പഠിക്കുമ്പോഴും ഓരോ പേപ്പറിനും പ്രത്യേകമായ ഷോർട്ട് നോട്ട് തയ്യാറാക്കുകയും പരീക്ഷയുടെ 1 മാസം മുമ്പ് ഈ ഷോർട്ട് നോട്ടിനെ വെച്ച് വളരെ ഇൻറ്റൻസീവായ പഠനം നടത്തുകയുമാണ് ചെയ്യുക. 2 മാസം മുമ്പ് തന്നെ മൊബൈലിൻ്റെ ഉപയോഗം പരമാവധി ക്രമീകരിക്കുകയും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഞാൻ വളരെ കൃത്യമായിട്ടാണ് ഒരുങ്ങുക. ഓരോ പരീക്ഷയ്ക്കും എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം വീതം എഴുതാൻ ആവശ്യമുണ്ട്, ഇതെല്ലാം കൃത്യമായി പരിഗണിച്ച ശേഷം എൻ്റെ വാച്ച് നോക്കി കൃത്യമായിട്ടാണ് ഞാൻ ഈ സമയം ക്രമീകരിക്കുക. ഞാൻ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന ഈ വാച്ച് 1977 എൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്ന വാച്ചാണ്. ഇപ്പോൾ 39 വർഷമായി ഞാൻ 236 പരീക്ഷ ഈ വാച്ച് നോക്കി തന്നെ എഴുതുകയുണ്ടായി. എല്ലാം ദൈവം തന്നതാണ്. തനിക്ക് പഠിക്കാനായി തന്ന കഴിവ് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മൈക്കിൾ സാർ സ്മരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ 40 വർഷക്കാലത്തെ പഠനത്തിനിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിനെല്ലാം തരണം ചെയ്ത് എനിക്ക് ഭംഗിയായി പഠിക്കുവാൻ ദൈവം എന്നെ പ്രത്യേകമായി അനുഗ്രഹിച്ചതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയും സന്തോഷവുമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞ് കോളേജിൽ ചെന്നിരുന്ന ആ ഒരു കാലഘട്ടം മുതൽ വീട്ടിലുണ്ടായിരുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ തന്നെ ഏകദേശം 14 വയസ്സ് മുതൽ സ്വന്തമായി വീട്ടിലെ റബ്ബർ വെട്ടുകയും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ദിനചര്യ കഴിഞ്ഞ് അത്യാവശ്യം പ്രാർത്ഥനയും കഴിഞ്ഞ് 4:30 മുതൽ 6 മണി വരെ സ്ഥിരമായി റബ്ബർ വെട്ടിയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ 6 മണിയാകുമ്പോഴേക്കും ഈ പണികളെല്ലാം തന്നെ കഴിഞ്ഞ് പശുവിനെ കറക്കുകയും ഏകദേശം ഒരു 6:45 ആകുമ്പം അടുത്തുള്ള പറമ്പിലേക്ക് പോയി ഒരു കെട്ട് പുല്ല് പറിക്കുകയും പിന്നീട് ഒരു 8:45 ആകുമ്പോൾ ഈ പാലുമായിട്ട് ആയിരുന്നു ഞാൻ അന്ന് അരുവിത്തറ കോളേജിലേക്ക് പോയിരുന്നത്.
ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് കരുണക്കൊന്ത ചൊല്ലി നടന്നു വരുന്ന മൈക്കിൾ സാർ ഇന്ന് കുറവിലങ്ങാട്ടുകാർക്ക് അന്യനല്ല. പഠനത്തിനായി നടക്കുമ്പോൾ സ്വർഗത്തിന്റെ താക്കോലായ ജപമാല ഉരുവിട്ട് മനസ്സിൽ പഠിച്ചതെല്ലാം വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് നടന്ന് മുന്നോട്ടു നീങ്ങുന്ന മൈക്കിൾ സാർ പിന്നിട്ടത് ഏകദേശം 31,000 കിലോമീറ്ററുകളാണ്. കഴിഞ്ഞ 40 വർഷക്കാലമായി ഞാൻ പഠിക്കുന്നതിന് വേണ്ടി നടന്ന അപ്പ് ആൻഡ് ഡൗൺ ദൂരം കണക്ക് കൂട്ടിയാൽ ഏകദേശം ഡെയിലി 8-നും 10-നും ഇടയ്ക്ക് കിലോമീറ്ററാണ് ഞാൻ നടന്നത്. ഇപ്രകാരം ഞാൻ പ്രീഡിഗ്രി കാലഘട്ടത്തിന് ശേഷവും അതുപോലെ തന്നെ അതിനു മുമ്പ് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും മൊത്തം നടന്ന ദൂരം ഞാൻ അടുത്ത കാലത്ത് ഒന്ന് കണക്ക് കൂട്ടി നോക്കി. എനിക്ക് അത്ഭുതകരമായി തോന്നി. ഏകദേശം 31,000 കിലോമീറ്റർ ആണ് ഞാൻ നടന്നത്. 31,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ 2 പ്രാവശ്യം വലം വെക്കുന്നതിന് തുല്യമായ ദൂരമാണ്. ഇത് ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ 31,000 കിലോമീറ്റർ നടന്നിട്ടും എനിക്കിപ്പോഴും യാതൊരു ആരോഗ്യ പ്രശ്നം ഇല്ലെന്ന് മാത്രമല്ല, എനിക്കിന്ന് അതിവേഗം നടക്കുന്നതിനും ഏത് പണികളും വളരെ വേഗം ചെയ്യുന്നതിനുമുള്ള കരുത്തും ദൈവം തന്നിട്ടുണ്ട്. ഇന്നും വിദ്യാർത്ഥിയായ ഈ അധ്യാപകനെ തേടി ആദ്യ കോളേജ് പഠനകാലത്ത് സുഹൃത്തുക്കൾ എത്തിയപ്പോൾ വർഷങ്ങളുടെ പിന്നിലെ ആ സൗഹൃദ ദീപം വീണ്ടും തിരിതെളിഞ്ഞു. അവർക്കിടയിലെ ആ സൗഹൃദം വാക്കുകൾക്കതീതമായി തീർന്നു. തൻ്റെ വിജയങ്ങൾക്ക് പിന്നിൽ താങ്ങായും തണലായും നിരന്തരമായ പ്രാർത്ഥനയോടുകൂടെയും തൻ്റെ കുടുംബം ടി മൈക്കിൾ എന്ന അധ്യാപകനെ ഉയരങ്ങളുടെ വിജയ കൊടുമുടിയിലേക്ക് നയിക്കുന്നതിൽ സുപ്രധാന പങ്ക് തന്നെ വഹിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം തന്നെ തിരഞ്ഞെടുത്തു എന്ന് മൈക്കിൾ സാർ വിശ്വസിക്കുന്നു. അമ്പാറനേർപ്പേൽ സെൻറ് ജോൺസ് ഇടവക തെക്കേക്കുരുവിനാൽ മറിയക്കുട്ടി തോമസ് ദമ്പതികളുടെ മകനായിട്ട് ആണ് ഞാൻ ജനിച്ചത്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ നഷ്ടപ്പെട്ടു. തുടർന്ന് എൻ്റെ അമ്മയും എൻ്റെ വല്യമ്മയും വല്യപ്പനുമാണ് എന്നെ വളർത്തിയത്. പിന്നീട് അമ്മയുടെ ഏക ആശ്രയം എന്ന രീതിയിൽ ഞാൻ വളർന്നു വരികയും തുടർന്ന് വിവാഹ സമയമായപ്പോഴേക്കും അമ്മയെ ഏറ്റവും ഭംഗിയായി നോക്കുന്ന ഒരു ആളിനെ വേണം വിവാഹം കഴിക്കുവാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് ഏറെ ആലോചന നടത്തുകയും ചെയ്തു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ലളിത ജീവിതം ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു ഭാര്യയാണ് എനിക്ക് ദൈവം തന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. മൂത്തയാൾ ധന്യ മൈക്കിൾ, അവർ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ മിന്നു മൈക്കിൾ, അവൾ +2 വിദ്യാർത്ഥിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ദൈവഭയവും സൽസ്വഭാവമുള്ള ഭർത്താവിനെ കിട്ടണമെന്ന് ഞാനും എൻ്റെ വിവാഹ സമയത്ത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. മൈക്കിൾ ഇപ്പോഴും ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിയുമാണ്. അദ്ദേഹം ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നതിൽ എപ്പോഴും അദ്ദേഹം ശ്രമിക്കുകയും ആ കാര്യത്തിൽ വിജയിക്കുകയും ചെയ്യുന്ന ആളാണ്. പപ്പ എപ്പോഴും എനിക്കും ചേച്ചിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. ചെറുപ്പം മുതൽ പപ്പ വളർന്നു വന്ന സാഹചര്യവും രീതിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ എന്ത് ജോലിയും പപ്പ ആത്മാർത്ഥതയോടെ ചെയ്യും. ആ ഒരു സിൻസിയറിറ്റിയും പപ്പയുടെ ഹാർഡ് വർക്കിങ്ങും പിന്നെ ഈ ഏജിലുള്ള പപ്പയുടെ പഠിത്തവും ഒക്കെ ഞങ്ങൾക്ക് ഒരു വലിയ മോട്ടിവേഷനാണ്. ഇതൊക്കെ ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പിന്നെ ചെറുപ്പം മുതൽ പപ്പ വളർന്നു വന്ന ആ ഒരു ഇത് കാരണം പപ്പ ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ സഹായിക്കേണ്ട ഇമ്പോർട്ടൻസിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കൊച്ചു വീട് ഏതൊരാളുടെയും സ്വപ്നമാണ്. എന്നാൽ അതിൽ കൃഷിക്കായി ഒരിടം ഒരുക്കിയ അധ്യാപകൻ. ഏതൊരു ജോലിയെയും ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്ന മൈക്കിൾ സാർ ഇന്ന് അധ്യാപകർക്കിടയിലെ നല്ല കർഷകനും കർഷകർക്കിടയിലെ നല്ല ഒരു അധ്യാപകനുമാണ്.
കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് ഈ ജൈവ കൃഷിത്തോട്ടം ഇവിടെ ഉണ്ട്. തികച്ചും ജൈവ രീതിയിലുള്ള ഈ കൃഷിയിൽ ഞങ്ങൾ രാസവളം ഒട്ടും ഉപയോഗിക്കുന്നില്ല. ചാണകവും അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റും മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുക. ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഏതാണ്ട് മുഴുവൻ ഐറ്റവും തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ 15-20 ഐറ്റം കൃഷി ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാബേജ് ആവശ്യത്തിന് ഇവിടെ വിളഞ്ഞ് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവർ ഇവിടെ ഉണ്ട്, തക്കാളി, വെണ്ട, വഴുതന, ചീര തന്നെ 2 തരത്തിലുള്ളതുണ്ട്, ചുമലയും വെള്ളയുണ്ട്. അതുപോലെ തന്നെ പാവൽ, പയറ്, നിത്യക്കറിയൻ, പിന്നെ മല്ലി, ഇങ്ങനെയുള്ള നിരവധി കൃഷി ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് കംപ്ലീറ്റ് തന്നെ ഞങ്ങളിവിടെ ജൈവ രീതിയിൽ വളം ഉണ്ടാക്കാൻ വേണ്ടി മണ്ണിര കമ്പോസ്റ്റ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ സമൃദ്ധമായിട്ട് വളം കിട്ടുന്നുണ്ട്. ആ കൂടെ തന്നെ ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ നിന്നും ചാണകവും വാങ്ങി ഉപയോഗിക്കുന്നു. പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ മറ്റ് ജൈവ ഉൽപ്പന്ന വളവും മാത്രമാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുക. ഞങ്ങൾ 2 പേരും രാവിലെയും വൈകിട്ടും അരമണിക്കൂർ കൂടുതൽ ഇതിനു വേണ്ടി ചിലവഴിക്കാൻ വരുന്നില്ല. വെള്ളമൊഴിക്കുവാനും വളം ഇടുവാനും ഒക്കെ ആയിട്ട് രാവിലെ ഒരു 7 മണി മുതൽ 7:30 വരെയും വൈകുന്നേരം ഒരു 6 മണി മുതൽ 6:30 വരെയാണ് ഞങ്ങൾ സാധാരണഗതിയിൽ ഇതിന് സമയം കണ്ടെത്തുക. ഞങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറി പല സമയങ്ങളിലും, പ്രത്യേകിച്ച് മഴക്കാലത്തിന് മുമ്പും ഒക്കെ ആകുമ്പോഴേക്കും, മിച്ചമാകുമ്പോഴേക്കും ഞങ്ങൾ അടുത്തുള്ള ആളുകൾക്കും കുറേയൊക്കെ സൗജന്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതുവഴി നമുക്ക് വിഷം ഇല്ലാത്ത പച്ചക്കറി വർഷത്തിൻ്റെ 365 ദിവസത്തിലും ഒരു 300 ദിവസമെങ്കിലും ഞങ്ങൾക്ക് മാർക്കറ്റിനെ ഒട്ടും തന്നെ സ്വാധീനിക്കുക അല്ലെങ്കിൽ ആശ്രയിക്കാതെ വാങ്ങിക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു സംതൃപ്തിയാണ്. 40 വർഷമായി പഠനം തുടരുന്ന ഈ അധ്യാപകൻ ഇന്ന് 10-ലധികം ബിരുദങ്ങളുടെയും ബിരുദാനന്തര ബിരുദങ്ങളുടെയും ഉടമയാണ്. തൻ്റെ 54-ാം വയസ്സിലും പഠനം തുടരുന്ന മൈക്കിൾ സാർ അക്ഷരമുറ്റത്തേക്ക് ചുവട് വയ്ക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഒരു നല്ല റോൾ മോഡലായി മാറുന്നു. കഴിഞ്ഞ 40 വർഷമായി എൻ്റെ പഠനം തുടരുകയാണ്. ഇപ്പോൾ ഞാൻ 10 ബിരുദാനന്തര പഠനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് MA, MSc, MCom, MBA, MSW, MPhil, PhD, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷണൽ പ്ലാനിംഗ്, മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, B.Ed തുടങ്ങിയ 10 ബിരുദാനന്തര പഠനങ്ങളാണ് ഇപ്പോൾ നിലവിൽ പൂർത്തിയാക്കിയിരിക്കുക. ഇപ്പോൾ ഞാൻ 2 പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, 2 തിയോളജി. ഈ 2 കോഴ്സുകളും 2 വർഷം കൊണ്ട് തീരുന്ന കോഴ്സുകളാണ്. പൗരസ്ത്യ വിദ്യാപീഠത്തിൻ്റെ കീഴിൽ പാല അൽഫോൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ദൈവശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിയാണ്. ഈ കോഴ്സിൽ എൻ്റെ ഭാര്യയും എന്നോടൊപ്പം പഠിക്കുന്നുണ്ട് എന്നത് എനിക്കേറെ സന്തോഷം പകരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആധ്യാത്മിക നിറവും അതുപോലെ തന്നെ എൻജോയ്മെൻറ്റും തരുന്നൊരു പഠനമാണ് ഈ ദൈവശാസ്ത്ര പഠനം. സഭയുടെ വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് സഭാശാസ്ത്രം, ദൈവശാസ്ത്രം, നീതിശാസ്ത്രം, അതുപോലെ തന്നെ ഫിലോസഫി, ആരാധനക്രമം, ആരാധന കലണ്ടർ ഇന്ന് തുടങ്ങി ഏതാണ്ട് 35 വിഷയങ്ങളെക്കുറിച്ച് 3.5 വർഷക്കാലം കൊണ്ട് പഠിച്ചു തീർക്കുന്ന ഈ കോഴ്സ്, ഇത് പഠിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ ദൈവ അനുഭവം ഉണ്ടാകുവാനും അതുപോലെ തന്നെ കുർബാനയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും സഭയെക്കുറിച്ചും എല്ലാം വളരെ ആത്മാർത്ഥമായ അറിവ് ലഭിക്കുന്നതിനും അതുവഴി ഈ നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുന്നതിനും എനിക്ക് തീർച്ചയായും സാധിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ഒരു കോഴ്സാണ്. അത്യുന്നതങ്ങളിലെ ദൈവത്തിന് സ്തുതി അർപ്പിച്ച് തളരാത്ത മനസ്സുമായി തൻ്റെ പഠനത്തിനായുള്ള ഈ യാത്ര ഇന്നും തുടരുന്നു ഈ അധ്യാപകൻ. ഹിന്ദോളരാഗാർദ്രനായി ഞാൻ ശ്രീയേശുവിനവദാനം പാടി സ്വർഗീയ താളങ്ങൾ തേടി ഞാൻ ജീവന്റെ തമ്പുരുമീട്ടി. കന്യാസുതനെ നിൻ വിരൽ തഴുകി, കന്യാസുതനെ
നിൻ വിരൽ തഴുകി പാടാത്ത വീണകൾ പാടി ഹിന്ദോളരാഗാർദ്രനായി ഞാൻ ശ്രീയേശുവിൻ അപദാനം പാടി. എന്നാത്മാവിൻ വനമുരളികയിൽ 7 സ്വരങ്ങളുയർന്നു. എന്നാത്മാവിൻ വനമുരളികയിൽ 7 സ്വരങ്ങളുയർന്നു.